പൊതുവേ വലിയ ആളില്ലായിരുന്നു. ഉണ്ണിമുകുന്ദനും നിഖിലയ്ക്കും ഒരുപാട് ഹാറ്റേഴ്സ് ഉണ്ട്. അവർ ഇതിനെക്കാട്ടിയും വളരെ മോശമായിട്ടൊക്കെ പറയും. മാലപ്പടക്കം പോലെ കുറേ എന്താണ്ടൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് സിനിമ തിരക്കഥയ്ക്കകത്ത്. പ്രധാനമായിട്ടും കുട്ടികളില്ലാത്തവർ വിഷമിക്കരുത്, എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ടെന്ന്. ഫസ്റ്റ് ഹാഫ് കുറച്ച് കോമഡിയാണ്, സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ല, കണ്ടുപിടിക്കുക. കുറച്ച് സീരിയസ് ആണെന്ന് പറഞ്ഞു. റോഡ് ആഡിയൊക്കെ പോലെയാണെന്ന് ചോദിച്ചു. ഉണ്ണിമുകുന്ദൻ നല്ല പെർഫോമൻസ് ആണ്, നല്ല സ്റ്റോറിയാണ്, ഫാമിലി മെമ്പേഴ്സിന് ഇഷ്ടപ്പെടും. താങ്ക് യു. സോറി, എനിക്ക് മാർക്കോയിലെ പോലെയല്ല, വേറെ ഒരു ജനറൽ ക്യാരക്ടറായിട്ട് അത് വേറെ റേഞ്ച് പടം, ഇത് വേറെ റേഞ്ച് പടം. ഇപ്പം രണ്ടും അങ്ങനെ കമ്പയർ ചെയ്യാൻ പറ്റുമോ? നല്ല പടമാണ്, കണ്ടുപിടിക്കാൻ പറ്റും. ഫസ്റ്റ് ഹാഫ് ഫുൾ കോമഡിയാണ്, സെക്കൻഡ് ഹാഫ് കുറച്ച് ലാഗാണ്, എന്നാലും കുഴപ്പമില്ല. ഫാമിലിയായിട്ട് വന്നിരുന്ന് കാണാൻ പറ്റിയ നല്ല പടം. ഫസ്റ്റ് ഹാഫ് കുറച്ച് കോമഡിയാണ്, സെക്കൻഡ് ഹാഫ് കുഴപ്പമില്ല, കണ്ടുപിടിക്കുക. കുറച്ച് സീരിയസ് ആവുന്ന പടമാണ്. നല്ല അഭിനയം. കുഴപ്പമില്ല, കൊള്ളാം, നല്ല ഫിലിമാണ്. ഫാമിലി സ്റ്റോറിയാണ്. ഇൻ്റർവെൽ വരെ കുഴപ്പമില്ലായിരുന്നു. ഫസ്റ്റ് ഹാഫിന് ശേഷം കുറച്ച് ലാഗ് ഉണ്ടായിരുന്നു. എന്തായാലും കുഴപ്പമില്ല, വൺ ടൈം വാച്ചബിളാണ്, അത്യാവശ്യം കുഴപ്പമില്ല. ഉണ്ണിമുകുന്ദനും നിഖിലയൊക്കെ നല്ല രീതിയിൽ പെർഫോമൻസ് ചെയ്തിട്ടുണ്ട്. പിന്നെ കുഴപ്പമില്ല, നൈസായിരുന്നു, നല്ല പടമായിരുന്നു. മാർക്കോ ഇതും രണ്ട് ഡിഫറെൻറ്റ് വേരിയൻറ്റിലുള്ള പടങ്ങളാണ്. മറ്റേന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫുള്ളി ആക്ഷനാണ്, ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫാമിലി ടൈപ്പൊക്കെ ആയിട്ടുള്ള നല്ലൊരു മൂവിയാണ്. കോമഡീസൊക്കെ അത്യാവശ്യമുണ്ട്, എങ്കിലും കൂടുതൽ ഇമോഷണലായിട്ടുള്ള രീതിയിലുള്ളതൊക്കെ തന്നെയാണ്. വാച്ചബിളാണ്, ഫാമിലിക്കൊക്കെ വന്ന് കാണാൻ പറ്റുന്ന ടൈപ്പാണ്. നല്ല പെർഫോമൻസ് ആയിരുന്നു, അടിപൊളി പെർഫോമൻസ് ആയിരുന്നു. ഇപ്പോൾ നേരത്തെ പറഞ്ഞല്ലോ, മാർക്കോനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ രണ്ടും ഒരു വേറെ മോഡുലേഷനാണെങ്കിൽ അത് നല്ല രീതിയിൽ ആൾ ചെയ്തിട്ടുണ്ട്. നല്ല ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ട്. അത്യാവശ്യം ഇമോഷണൽ ആയിട്ടുള്ള സീൻസൊക്കെ നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. നല്ല ഒരു സബ്ജക്റ്റാണ്, അത് നല്ല രീതിയിൽ വർക്കൗട്ട് ആയിട്ടുണ്ട്. നമ്മളെ ഉണ്ണിമുകുന്ദൻ നിഖില വിമൽ കോംബോ അതും നല്ല വർക്കൗട്ട് ആയിട്ടുണ്ട്. റോഡ് ആഡിയൊക്കെ പോലെയാണെന്ന് ചോദിച്ചു, പക്ഷെ അതേപോലെയല്ല. നമുക്ക് കൂടുതൽ റിവീൽ ചെയ്യാൻ പറ്റത്തില്ല. സബ്ജക്റ്റ് അങ്ങനത്തെയാണ്. എടുത്തു പറയേണ്ട സുധീഷ്, പുള്ളി ഒരു ക്ലൈമാക്സിലൊരു അടിപൊളി രീതി ചെയ്തിട്ടുണ്ട്. എല്ലാവരും നല്ല രീതി വർക്കൗട്ട്, ആരും മോശമെന്ന് പറയാനില്ല. നന്നായിരുന്നു, വളരെ ഇഷ്ടപ്പെട്ടു. ഒരു ഫാമിലി ഫിലിം. പ്രധാനമായിട്ടും കുട്ടികളില്ലാത്തവർ വിഷമിക്കരുത്, എല്ലാത്തിനും സൊല്യൂഷൻ ഉണ്ടെന്നുള്ളതാണ്. ഉണ്ണിമുകുന്ദൻ നന്നായിട്ട് അഭിനയിച്ചു, വളരെ നന്നായിരുന്നു. അങ്ങനെയൊന്നും തോന്നിയില്ല. Very often I haven't seen these Malayalam movies. I am from Canada, therefore I haven't seen many Malayalam movies lately, but I liked it. They handled the theme, a difficult theme, rather well. A difficult theme was handled well. Songs, I am not too crazy about it because I sing myself, and for I know a little bit about songs, I wouldn't rate it very highly. ഒരു ആവറേജ് മൂവി എന്ന് പറയാം. കാരണം ഇതിലെ വിഷയം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ വർഷം ഇറങ്ങിയ വിശേഷത്തിൻ്റെയും ഈ വർഷം ഇറങ്ങിയ അൻപോട് കൺമണി, അതിലെ സബ്ജക്റ്റ് തന്നെയാണ് ഇതിൽ വേറെ ഡോക്ടറുടെ ആംഗിളിൽ കാണിക്കുന്നു എന്നുള്ളതല്ലാതെ പ്രത്യേകിച്ച് എടുത്ത് പറയാനൊന്നുമില്ല. മറ്റ് രണ്ട് സിനിമയും കണ്ടിട്ട്, മറ്റേ രണ്ടും നല്ല ഫിലിമാണ്, അത് രണ്ടും കണ്ടിട്ട് ഇതിൽ വരുമ്പോൾ നമുക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നും. അതിൽ അതേ കാര്യം തന്നെ ഇതിൽ കാണിക്കുന്ന ഒരു IVF ഹോസ്പിറ്റൽ, ഇതിലെ ആളെ IVF ഡോക്ടറായിട്ട് കാണിക്കുന്നു. ആ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ, പ്രത്യേകിച്ച് പുതുമയായിട്ടൊന്നും തോന്നില്ല. കാരണം അടുപ്പിച്ചടുപ്പിച്ച് ഒരു 3 സിനിമ ഒരേ വിഷയം കൈകാര്യം ചെയ്യുമ്പോൾ ഇത് മൂന്നാമത് ഇറങ്ങിയാണ്. അപ്പം നമുക്ക് ഒരു ബോറിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. കോമഡി ഒന്നുമില്ല, വളരെ സീരിയസ് ആയിട്ടുള്ള സബ്ജക്റ്റ്. പിന്നെ അവരിടയ്ക്ക് ചെറിയ കോമിക് എലമെൻ്റ് കാണിക്കുക, അത് നമുക്ക് ഭയങ്കര ബോറിംഗ് ആയിട്ട് തോന്നും. പൊതുവേ വലിയ ആളില്ലായിരുന്നു. കാരണം ഉണ്ണിമുകുന്ദനും നിഖിലയ്ക്കും ഒരുപാട് ഹാറ്റേഴ്സ് ഉണ്ട്. അവർ ഇതിനെക്കാട്ടിയും വളരെ മോശമായിട്ടൊക്കെ പറയും. അങ്ങനത്തെ ഒന്നുമില്ല, അവർ അഭിനയത്തിന് ഒരു കുഴപ്പം. പക്ഷേ ഈ മലയാളത്തിൽ ഇപ്പോൾ അടുപ്പിച്ചിറങ്ങിയ 2 സിനിമയുടെ അതേ വിഷയം ഈ സിനിമയിൽ വരുന്നതുകൊണ്ട് നമുക്കൊരു ബോറിംഗ് ആയിട്ട് തോന്നാം. പക്ഷേ പുള്ളി എനിക്കൊന്ന് ഈ 2 ഫിലിം നേരത്തേക്ക് ഇറങ്ങിയതാണ്. പുള്ളി അതൊക്കെ കണ്ടിട്ട് ഈ ഒരു സബ്ജക്റ്റ് ഉണ്ണിമുകുന്ദൻ ഏറ്റെടുത്താൽ മതിയായിരുന്നു. ചിലപ്പോൾ അതിന് ഒരു പക്ഷേ ഈ 2 സിനിമകൾ ഇറങ്ങും മുമ്പേ ഷൂട്ട് നടന്ന സിനിമയാണോ എന്ന് അറിയാൻ പാടില്ല. അതിൽ അതേ വിഷയം തന്നെയാണ് ഇതിൽ പറയുന്നത്. അതുകൊണ്ട് നമുക്കൊരു പിന്നെ അതിൽ സരഗസിയെക്കുറിച്ച് അറിയുന്നത്, ഇതിൽ അതും അതിൻ്റെ ഒരു കുറച്ച് എലമെൻറ്റ് അതും കയറ്റിയിട്ടുണ്ട്. അതുകൊണ്ട് ആ വിഷയത്തിൻ്റെ ഒരു പുതുമയില്ലാത്തതുകൊണ്ട് നമുക്കൊരു എനിക്ക് ബോറിംഗ് ആയിട്ട് തോന്നുന്നു. ഒരുപാട് സമയം ഉറക്കമൊക്കെ വന്നു പോയി. പക്ഷേ മൊത്തത്തിൽ ആ ഒരു നല്ലതായിട്ട് എടുത്തിട്ടുണ്ട്. പക്ഷേ മറ്റേ 2 ഫിലിം ഇറങ്ങിപ്പോയതുകൊണ്ട് ഈ സിനിമ നമുക്ക് അത്ര സുഖമായിട്ട് തോന്നുന്നു. സിനിമ എനിക്ക് വ്യക്തിപരമായിട്ട് വലിയ രീതിയിൽ കണക്റ്റ് ആയില്ല. തിരക്കഥ എന്തോ കുറേ ലൂസ് പ്ലോട്ട്സ് ഉള്ളതായിട്ടാണ് എനിക്ക് തോന്നിയത്. സിനിമ ആരംഭിക്കുന്നത് നമ്മുടെ മോഹൻലാൽ അദ്ദേഹത്തിൻ്റെ ഒരു നരേഷൻ്റെ കൂടെയാണ്. അതിനുശേഷം കഥയിലേക്ക് വരുന്നു. നമ്മൾ ട്രെയിലറിലെല്ലാം കാണുന്ന പോലെ തന്നെ ഒരു മെയിൽ ഗൈനക്കോളജിസ്റ്റ് ആയിട്ടാണ് അദ്ദേഹം തന്നെ കരിയർ ചൂസ് ചെയ്യുന്നത്. അപ്പോൾ ആദ്യത്തെ ഒരു അരമണിക്കൂർ തന്നെ ഓരോ കാര്യങ്ങൾ, ഇദ്ദേഹം ആരാണ്, ഇദ്ദേഹത്തിൻ്റെ ഒരു കരിയർ സ്വിച്ച് ചെയ്യുന്നതും കാര്യങ്ങളും എല്ലാം കാണിച്ച് എസ്റ്റാബ്ലിഷ് ചെയ്ത് വരുന്നതാണ് പിന്നെ തുടങ്ങുന്നത്. പിന്നെ അതിനുശേഷം നമുക്കിപ്പോൾ ഒരു സിനിമ തുടങ്ങുമ്പോഴത്തേക്ക് അറിയാമല്ലോ, ഒരു ബേസ് പ്ലോട്ട് ഉണ്ടാവും, അതിലേക്കൊന്ന് എത്തിച്ചേരണം. അപ്പം എന്തൊക്കെയാണ് കാര്യങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്? ഇത് മാലപ്പടക്കം പോലെ കുറേ എന്താണ്ടൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ട് സിനിമ തിരക്കഥയ്ക്കകത്ത്. ശരി, ഇയാളുടെ കരിയർ, ഇയാളുടെ പേഴ്സണൽ ലൈഫാണ് ഇനി നമുക്ക് കാണാൻ പോകുന്നത്. പേഴ്സണൽ ലൈഫിലേക്ക് ഇങ്ങനെ പോകുന്നു, നമ്മൾ പ്രേക്ഷകർ അതിനുവേണ്ടി കാത്തിരിക്കുന്നു. അപ്പോഴത്തേക്കും ഇല്ല, അതെല്ലാം മാച്ചുകൾ കുറച്ച് അവിടെ മാച്ചിട്ട് പേഴ്സണൽ ലൈഫ് മാറ്റിയിട്ട് നമുക്ക് കരിയർ പിടിക്കാം. ശരി, കരിയർ. അപ്പോൾ അത് കഴിയുമ്പോഴത്തേക്കും അത് മാറ്റിയിട്ട് നമുക്ക് കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസിൻ്റെ ഒരു ഇതെടുക്കാം. കോർപ്പറേറ്റ് ഹോസ്പിറ്റൽസിൻ്റെ ഒരു റൈവലറിയും കാര്യങ്ങളും എടുക്കാം. എന്നാൽ ശരി, അത് എടുക്കാം, എന്നാൽ അത് കാണാം. അത് മാറ്റിയിട്ട് വീണ്ടും പുള്ളിയുടെ കരിയർ വരാം.
പിന്നെ അത് മാച്ചിട്ട് പുള്ളിയുടെ ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആവുന്നു. ഓക്കെ ശരി, ആറ്റിറ്റ്യൂഡ് ചേഞ്ച് ആവുന്നു. അത് സിനിമയുടെ കഥയിൽ മാറ്റം വരുമല്ലോ, ഒരു ആറ്റിറ്റ്യൂഡ് ചെയ്ത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇരിക്കുമ്പോഴത്തേക്കും അതെല്ലാം വിട്ടേക്ക്, നമുക്ക് പേഴ്സണൽ ലൈഫ് തന്നെ എടുക്കാം. ഇങ്ങനെ കിടന്ന് മാറി ഇത് എവിടെയെങ്കിലും പോയി നിൽക്കണ്ടേ, എന്തെങ്കിലും ഒന്ന് കോൺസെൻട്രേറ്റ് ചെയ്യണ്ടേ. ഇങ്ങനെ പറഞ്ഞ് പോയിട്ട് ഇടയ്ക്ക് ചില കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മൾ പറയും നമ്മളിപ്പം 2025 നിൽക്കുന്നത്. ചില കാര്യങ്ങളില്ലേ നമുക്ക് തന്നെ ഒരു സാധാരണക്കാരനായ നമുക്ക് അക്സെപ്റ്റ് ചെയ്ത് ബി പ്രാക്ടിക്കൽ എന്ന രീതിയിലുള്ള കാര്യങ്ങൾ വരുന്നുണ്ട്. ഒരു ഡോക്ടർ അല്ലെങ്കിൽ ഒരു പ്രൊഫഷണൽ ലൈഫിൽ നിൽക്കുന്ന ഒരാളുടെ ലൈഫിൽ ഇങ്ങനെ സംഭവിക്കുമ്പോൾ നമ്മൾ ആഫ്റ്റർ ഓൾ നമ്മളെല്ലാം ഹ്യൂമൻ ബീങ്സ് ആണ്, നമ്മുടെയൊക്കെ ഇമോഷൻസ് വർക്കൗട്ട് ആകുന്നത് അങ്ങനെ ആയിരിക്കാം. പക്ഷേ ചില കാര്യങ്ങളൊക്കെ നമ്മൾ ഇതാവണ്ടേ, നമ്മൾ ചില ഇങ്ങനെയൊക്കെ ആയിരിക്കും അവർ. നമ്മളിപ്പം ബി പ്രാക്ടിക്കൽ എന്നുള്ള രീതിയിൽ, അതും പ്രത്യേകിച്ച് ഈ ഒരു പ്രൊഫഷനൊക്കെ അങ്ങനെ എന്തുകൊണ്ടൊക്കെ എനിക്ക് മാത്രം തോന്നുന്നതായിരിക്കാം അക്കാര്യങ്ങൾ. അതെല്ലാം വിട്ടിട്ട് അവസാനം പിന്നെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് അവസാനിച്ച് കിട്ടിയാൽ മതി എന്നുള്ളൊരു ഇതിലിരിക്കുക. നമുക്കറിയാം നമുക്ക് ഇങ്ങനെയൊക്കെ ആയിരിക്കും സിനിമയുടെ ക്ലൈമാക്സ് പോകുന്നത്, നമുക്ക് തന്നെ ഊഹിച്ചെടുക്കാൻ പറ്റും. അപ്പോൾ അങ്ങനെയെല്ലാം പോയി സിനിമ അവസാനിക്കുന്നുണ്ട് ഒരു പോസിറ്റീവ് നോട്ടിൽ തന്നെ. ഇത് ഒരിക്കലും ഒരു തിയേറ്റർ വാച്ച് ഡിമാൻഡ് ചെയ്യുന്നൊരു സിനിമയല്ല, ഓൺ ടൈം വാച്ചബിളാണ്. തിയേറ്റർ വാച്ച് ഒന്നുമില്ല, നിങ്ങളുടെ 4-5 ഫോണിൽ കണ്ടു കഴിഞ്ഞാലും സിനിമ അതിൻ്റേതായ രീതിയിൽ ആസ്വദിക്കാൻ പറ്റും.